പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിൽ ഈ കഴിഞ്ഞ 10 ദിവസം കൊണ്ട് വലിയൊരു ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത്. റാന്നി, തിരുവല്ല, വടശ്ശേരിക്കര, കൂട്ടിക്കൽ ഇങ്ങനെയുള്ള പല പല സ്ഥലങ്ങളിലും മഴയുടെ താണ്ഡവം മൂലം പലർക്കും പല സ്വാതന്ത്ര്യങ്ങളും അവരെ വീട്ടിൽ ജീവിക്കാനുള്ള അവസരങ്ങളും എല്ലാം നഷ്ടപ്പെട്ടു. പൊതുജനം ഇതെല്ലാം 2 കൈ കൊണ്ട് നീട്ടി സ്വീകരിച്ചു. രാഷ്ട്രീയ പാർട്ടികൾ, അതിൽ തന്നെ കോൺഗ്രസിൻ്റെ മന്ത്രിമാർ, MLA മാർ, മുഖ്യധാര രാഷ്ട്രീയ പ്രവർത്തകർ അഹോരാത്രം പരിശ്രമിച്ച് നിൽക്കുമ്പോഴാണ് അതിന് മേൽ ഇടുത്തിയായിട്ട് LDF-ൻ്റെ മേൽ വന്ന് പതിച്ച ഒരു ദുരന്തമാണ് സഹകരണ ബാങ്കിൽ നിന്നും സഹകരണ ബാങ്ക് മുഖേനയുള്ള പെൻഷൻ വിതരണം ബഹുമാന്യനായ UDF സർക്കാരിലെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവർകൾ അത് റദ്ദ് ചെയ്തിരിക്കുകയാണ്. 99% ജനാധിപത്യ വിശ്വാസികൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു നിയമമാണിത് വന്നിരിക്കുന്നത്. എന്നാൽ 1% ജനങ്ങൾ വീട്ടിൽ തന്നെ പരാലിസ് പോലെ കിടപ്പിലാണ്. അവർക്ക് വേറൊരാൾ വന്ന് സഹായിച്ചാൽ പോലും മലമൂത്ര വിസർജനം ചെയ്യാൻ പോലും ബാത്റൂമിൽ പോകാത്ത അവസ്ഥയുള്ളവരുണ്ട്. അപ്പം അവരുടെ പെൻഷൻ എങ്ങനെ കിട്ടും എന്ന വിഷയത്തെക്കുറിച്ച് ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ സാറ് അത് വ്യക്തമായിട്ട് പറയുമായിരിക്കാം. പക്ഷേ LDF സർക്കാരിന് അല്ലെങ്കിൽ സഖാക്കൾക്ക്, ന്യായീകരണ സഖാക്കൾക്കും PR വർക്കിംഗ് സഖാക്കൾക്കും ഏറ്റവും ഒരു തലയ്ക്കുള്ളൊരു അടിയാണ് സഹകരണ ബാങ്കുകളിൽ നിന്നും പെൻഷൻ വിതരണം നിർത്തിവെച്ചു എന്നുള്ളത്. നല്ലൊരു പരിപാടിയാണ്. കാര്യം പല സഖാക്കളും, എല്ലാവരും അല്ല, പല സഖാക്കളും ബാങ്കുകളിൽ നിന്നും പെൻഷൻ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവരിൽ നിന്നും 100-200 രൂപ ഭീഷണിപ്പെടുത്തി വാങ്ങിക്കുന്നതായിട്ടുള്ള പല പല കംപ്ലൈൻറ്റുകളും പരാതികളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നല്ല സഖാക്കളും ഉണ്ട്. ഇതൊരു ദൈവീക പ്രീതി മോഹിച്ചും അല്ലെങ്കിൽ രാഷ്ട്രീയ ലക്ഷ്യത്തിൽ തോട്ട് കിട്ടുമെന്നും പറഞ്ഞെങ്കിലും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവരും ഉണ്ട്. പക്ഷെ അവർക്കിത് എൻ്റെ വാക്കുകൾ അവർക്ക് ബാധകമല്ല എന്ന് ഞാൻ ആദ്യമായിട്ട് പറയുകയാണ്. ഇപ്പം എന്തു തന്നെയായാലും ബഹുമാന്യനായ VD സതീശൻ അവർകൾ ഈ എടുത്ത തീരുമാനത്തെ നാം അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. അതോടൊപ്പം പലരും വീടുകളിൽ കിടക്കുന്നിടത്തുനിന്ന് അല്പം പോലും ചലിക്കാൻ വയ്യാതെ കിടക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊരു കൈത്താങ്ങിന് വേണ്ടി എങ്ങനെ അവരുടെ വീട്ടിൽ ഈ പെൻഷൻ കാശ് എത്തിക്കുക എന്നുള്ള വിഷയത്തെക്കുറിച്ചൊന്ന് പുനർചിന്തനം നടത്തണമെന്നും കൂടി പറഞ്ഞുകൊണ്ട് ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവർക്ക് എല്ലാവിധ സപ്പോർട്ടുകളും നൽകിക്കൊണ്ട് ജയ് കോൺഗ്രസ്.